ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ തമ്പലയിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇന്ന് ഞങ്ങളെ പോലെ യൂറോപ്പില് ഡിപ്പെൻഡന്റ് വിസയിൽ വന്നിട്ടുള്ളവരെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വിഷയം. മറ്റൊന്നുമല്ല, പാവാട വിസക്കാരുടെ പ്രാരാബ്ദങ്ങൾ. അപ്പൊ പാവാട വിസക്കാര് ആരൊക്കെയാണ്, പാവാട വിസ കൊണ്ട് എന്താണ് മറ്റുള്ളവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പാവാട വിസക്കാരൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പാവാട വിസക്കാരന് വല്ല പ്രാരാബ്ദങ്ങൾ ഉണ്ടോ എന്നുള്ള വിസക്കാരന്റെ പ്രാരാബ്ദങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ലണ്ടൻ വിശേഷങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഒരു സുഹൃത്ത് പുള്ളിക്കാരൻ ഞാനിങ്ങനെ പറഞ്ഞേ, എടവേ നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ ഇങ്ങനെ കമന്റുകൾ ഇട്ടുണ്ട്, പാവാട വിസക്കാരന്റെ പ്രാരാബ്ദങ്ങൾ അല്ലെങ്കിൽ പാവാട വിസക്കാരന്റെ ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോസ്. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് വീഡിയോസ് ചെയ്യണത് എനിക്കറിയാൻ അല്ലെങ്കിൽ ഞാൻ കണ്ടനുഭവിക്കുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അല്ലാതെ നമുക്കിവിടെ തള്ളി മറിച്ചിട്ടൊന്നും ഒരു പ്രത്യേകിച്ച് ഒന്നും കിട്ടാനൊന്നുമില്ല. ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഈ ഡെലിവറി ജോലിക്ക് പോകുന്നവര് 2-3 ലക്ഷം രൂപ പൈസ ഉണ്ടാക്കേണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതിന്റെ താഴെയൊക്കെ ഓരോരുത്തർ കമന്റ് എഴുതിയിട്ടുണ്ട്, ഇത്തിരി മയത്തിലൊക്കെ തള്ളു കേട്ടാന്നൊക്കെ പറഞ്ഞ്. എൻ്റെ പൊന്നു കൂട്ടുകാരന്മാരെ, ഈ മെസ്സേജ് അയക്കുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാം. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമായിട്ടാണ് ഇവിടെ ഉള്ളവർ കരുതുന്നത്. അതിൽ കൂടുതൽ എന്നാ പറയണേ, എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ്, എനിക്കൊരു ഇങ്ങനെ ഒരു ഫീലിങ്സ്, ആ ഒരു ചിന്താഗതി, അതൊക്കെ നമ്മൾ മലയാളികളുടെ തലച്ചോറിലേക്ക് ചെറുപ്പം മുതൽ അടിച്ചു കിട്ടുന്ന, ഞാൻ എൻ്റെ അപ്പനും അമ്മയിൽ നിന്ന് കണ്ടുപഠിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിൽ നിന്ന് കണ്ടുപഠിക്കുന്നു, അതാണ് എൻ്റെ മനസ്സിലുണ്ടാവുക, അതാണ് ശരിയെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം കുറേ വ്യത്യാസങ്ങൾ നമുക്കൊക്കെ വന്നിട്ടുണ്ട്. ജീവിതത്തിൽ പൈസ ആണ് എല്ലാം എന്ന് പലരും പറയുമ്പോഴും നമ്മൾ പൈസ വേണം എല്ലാ കാര്യത്തിലും. നമുക്ക് 10 പ്രശ്നങ്ങളുണ്ട്, ആ 10 പ്രശ്നങ്ങളിൽ 9 പ്രശ്നവും പണം കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഒരു പ്രശ്നം നമ്മൾ ആ ഒരു പ്രശ്നത്തിന് ഇഗ്നോർ ചെയ്ത് കളയുക. അപ്പോൾ പണം വേണം ജീവിക്കാൻ. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് പണി, ആ ഒരു ജസ്റ്റ് വർക്ക് ഈസ് ഫോർ മേക്കിംഗ് മണി, ആ ഒരു മൈൻഡ് സെറ്റാണ് ഇവിടെ ഉള്ളവരൊക്കെ എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മളെന്ത് കണ്ടു വളരണു എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു വളരണ എന്താണ്? ഭർത്താക്കന്മാര് എങ്ങനെ പണിയെടുക്കുന്നു, അവർ പണം കൊണ്ടുവരുന്നു, വീട്ടിൽ ചോറും കറി അരി സാധനങ്ങളും മേടിച്ചുകൊണ്ടേ കൊടുക്കുന്നു, അമ്മ അത് കുക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അമ്മ വീട്ടിൽ തുണി അലക്കി പാത്രം കഴുകി വീട്ടിലെ പണികളെല്ലാം ചെയ്ത് കുടുംബിനിയായിട്ട് ഹൗസ് വൈഫായിട്ട് ജോലി ചെയ്യുന്നു. ശമ്പളമൊന്നും ഇല്ലാട്ടോ അവർക്ക്. അപ്പോൾ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇവിടെ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യണം. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയാലേ ഇവിടുത്തെ ചെലവുകൾ താങ്ങാൻ പറ്റുള്ളൂ. കാരണം അത്രയധികം നമുക്ക് നല്ല ഗുഡ് ക്വാളിറ്റി സർവീസുകൾ കിട്ടണമെങ്കിൽ നമ്മൾ ഗുഡ് ക്വാളിറ്റി ആയിട്ട് പണം കൊടുക്കണം. അപ്പോൾ ആ പണം കൊടുക്കണമെങ്കിൽ നമ്മൾ പണിയെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ആ പണിയെടുക്കുന്ന സമയത്ത് ഭാര്യ പണിക്ക് പോകുമ്പോൾ ഭർത്താവ് വീട്ടിലൊറ്റയ്ക്കുള്ളൂ. അപ്പോൾ വീട്ടിലെ പണികൾ അത്യാവശ്യം തുണി അലക്കിയത് വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്ത് പുറത്തിടാനും, അല്ലെങ്കിൽ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മുട്ടിട്ട് ചോറ് കൊച്ചുങ്ങൾക്ക് വിളമ്പി കൊടുക്കാനും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫെമിനിസം എന്നൊക്കെ പറയണത് പോലെ, ഫെമിനിസം എന്നൊക്കെ എല്ലാവരും പറയും, അതാണ് ഇതാണ് നമ്മുടെ നാട്ടിൽ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ്, ഈ പറഞ്ഞ ഫെമിനിസം പറയുന്ന സ്ത്രീ പോലും വീട്ടിൽ കെട്ടിയവന് ചോറ് വിളമ്പി കൊടുത്താലേ ആ കെട്ടിയവൻ ചോറ് കഴിക്കുള്ളൂ. അപ്പോൾ അതൊന്നുമല്ല, അവനവന് വേണ്ട കാര്യങ്ങൾ സ്വയം പര്യാപ്തരായിട്ട് എടുത്ത് കഴിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാവാട വിസക്കാരൻ്റെ പ്രാരാബ്ദങ്ങളിലെ ഒന്നാമതായിട്ടുള്ള പ്രാരാബ്ദമാണ് വീട്ടുജോലിയായിട്ട് ഇവിടെ വന്നിട്ടുള്ള എത്രയാ ഇൻസ്റ്റഗ്രാം റീൽസുകൾ എന്നറിയാവോ, ഭാര്യമാരിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ടല്ലോ, പെട്ടെന്ന് പറയാണ് പാത്രം കഴുകാനുണ്ട്, തുണി അലക്കാനുണ്ട്. ഇതൊക്കെ എല്ലാവരുടെയും കാര്യങ്ങളാണ്. എൻ്റെ തുണി എൻ്റെ ഭാര്യ അലക്കി തന്നെ, അല്ലെങ്കിൽ എൻ്റെ അമ്മ അലക്കി തന്നെ എന്നുള്ള ഡിമാൻഡിങ് നമ്മുടെ നാട്ടിലാണ് ഉള്ളത്. അതൊന്നും പുറത്ത് രാജ്യങ്ങളിൽ അങ്ങനെയൊന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ നിന്റെ കാര്യം. അപ്പോൾ 40-50 വയസ്സായ മക്കളെ കുഞ്ഞു മക്കളെ പോലെയാണ് നമ്മുടെ നാട്ടിലുള്ളവർ കരുതുന്നത്. ഇവിടെ 16 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മെച്ചുവേർഡായി. 1 വയസ്സുള്ള കൊച്ചിനെ പോലും നമുക്ക് ഇവിടെ നിന്ന് തല്ലാനോ അല്ലെങ്കിൽ നുള്ളി പറിക്കാനോ, 2 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശാസിക്കാനോ, 3 വയസ്സായി ഇതൊന്നും പാടില്ല. അതെല്ലാം അവരുടെ റൈറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹമാണ് ഇത്. ഇതൊന്നും പറ്റില്ലാത്തവർ ഇങ്ങോട്ട് വരണ്ടാന്നേ മൈൻഡ് സെറ്റാണ് ഇവിടെ ഉള്ളവർക്ക്. ഇവിടുത്തെ രാജ്യത്തെ നിയമങ്ങളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണ്. റോഡിൽ ഇങ്ങനെയാണ് നിയമം. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടതിൽ പുള്ളി പറയുകയാണ്, ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡ്രൈവ് ചെയ്യാനായിട്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ ആദ്യത്തെ ടെസ്റ്റ് പാസ്സായി. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും അതുപോലെ തന്നെ അവർ കണ്ടുപഠിക്കുന്നതും, പിന്നെ നമ്മൾ ഈ രാജ്യത്തെ ഒരു സെറ്റപ്പ് രീതിയിൽ വാഹനം ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നാം സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കാന്നേ. നമ്മുടെ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വണ്ടി വരില്ല, പുറകിൽ നിന്ന് ഒരു വണ്ടി ഹോൺ അടിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഈ പ്രാരാബ്ദങ്ങളാട്ടോ ഈ പറയണതൊക്കെ. എത്രയും പ്രാരാബ്ദങ്ങളാണ് ഇവിടെ. കറണ്ട് ബില്ല് അടയ്ക്കാൻ, വാട്ടർ ബില്ല് അടയ്ക്കാൻ, അങ്ങനെ ഓഫീസിൽ പോയി കരാടച്ച രസീത് മേടിക്കാൻ, വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ പോയി തൊഴുതു നിൽക്കാൻ, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന് ഈ സർട്ടിഫിക്കറ്റിന്, കൊച്ചിനെ സ്കൂളിൽ ചേർക്കാനായിട്ട് ആ സർട്ടിഫിക്കറ്റ് വേണം, ഈ സർട്ടിഫിക്കറ്റ് വേണം, എന്തെല്ലാം ഇത് ഇങ്ങനെയുള്ള പ്രാരാബ്ദങ്ങളൊന്നും ഇവിടെ ഒരു പാവാട വിസക്കാരനും ഇല്ല. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ,
വേറൊരു കാര്യം കൂടെ ഉണ്ട്. പാവാട വിസക്കാരൻ എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ലേബല് അല്ലെങ്കിൽ ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അടിപൊളി സംഭവം കേട്ടോ. എന്താണ് പാവാട വിസക്കാരൻ അല്ലെങ്കിൽ ആരാണ് പാവാട വിസക്കാരൻ? ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എസ്പെഷ്യലി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലി കിട്ടി വരുന്ന ഭാര്യമാരുടെ ഭർത്താക്കന്മാര് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് വരുന്ന സ്റ്റുഡൻസിന്റെ ഭർത്താക്കന്മാര്. കാരണം ഇവിടേക്ക് നേഴ്സുമാർ മാത്രമൊന്നുമല്ല വരുന്നുള്ളൂ, എത്രയോ പേരും എഞ്ചിനീയേഴ്സുമാർ വരുന്നുണ്ട്, സ്റ്റുഡൻസ് വരുന്നുണ്ട്, പല കാറ്റഗറിയിലുള്ള ഷെഫുമാർ വരുന്നുണ്ട്, ബ്യൂട്ടീഷ്യന്മാർ വരുന്നുണ്ട്, അങ്ങനെ പലരും വരുന്നുണ്ട്. അവരുടെയൊക്കെ ഡിപ്പെൻഡ് ഫാമിലിയെ നമുക്ക് നാട്ടിൽ നിന്ന് പറിച്ചു നടാം എന്നുള്ളതാണ് ഈ രാജ്യങ്ങളുടെയൊക്കെ ഒരു അഡ്വാൻറ്റേജ്. കാനഡയ്ക്കൊക്കെ പോണവര് എന്തിനാ കാനഡയ്ക്ക് പോണേ? അവിടെ പോയി ജീവിതം സെറ്റിൽ ആവുക, കുറച്ചുകൂടെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ആസ്വദിക്കുക എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം. അപ്പൊ അത് അങ്ങനെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്ന ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളവരൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ നൽകിയിരിക്കുന്ന ഒരു പേരാണ് ഈ പാവാട വിസക്കാരൻ. അപ്പോ വേറൊരു ചോദ്യം ഉണ്ടാകും, ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ഇതിനു മുമ്പ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഭാര്യമാരുടെ ഭർത്താക്കന്മാരെ ആരും ഇതുവരെ പാവാട വിസ എന്നൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അതൊന്നും സോഷ്യൽ മീഡിയ ഇത്ര ശക്തമായിരുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ പോയിട്ട് നമ്മുടെ ഇപ്പൊ എന്റെ കൂടെയുള്ള ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഡയലോഗിന്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം പറഞ്ഞ എന്റെ പൊന്നു സിബി, ഈ സുഖം എന്ന് പറയണത് നമുക്ക് തോന്നും ഗൾഫാണ് അല്ലെങ്കിൽ അമേരിക്കയാണെന്നൊക്കെ തോന്നും. ഇവിടെ നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? പുള്ളിക്കാരൻ ചോദിക്കുക, കറണ്ട് ബില്ല് അടയ്ക്കണം നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ല. വീട്ടിലെ ഫുഡ് മേടിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ല. പിന്നെ ടാക്സ് അടയ്ക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ല. പിന്നെ വാടക കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ കെട്ടിയന്മാർക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ചുണ്ടാക്കണത് കഴിക്കുക, കൊച്ചുങ്ങളെ സ്കൂളിൽ കൊണ്ടുവന്ന് വിടുക, പണിക്ക് പോയില്ല എന്ന് കരുതിയിട്ട് ഒരു കോൺട്രാക്റ്റും ബ്രേക്ക് ചെയ്യണതിന്റെ പൈസ ഒന്നും കൊടുക്കേണ്ട. ഡിപ്പെൻഡന്റ് വിസയിൽ വരുന്ന ഒരു ഫ്രീ ബേഡുകളാണ്. അവർക്ക് എത്ര ജോലി വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം. പക്ഷെ ഈ മെയിൻ ആപ്ലിക്കന്റ് ആയിട്ട് വരുന്നവർക്കുടെ ബുദ്ധിമുട്ടുകളൊന്നും ആലോചിച്ച് വേറെ സ്ഥാപനത്തിൽ ജോലിക്ക് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർക്ക് വാടക കൊടുക്കണം, അവരുടെ പേരിൽ എഗ്രിമെന്റ് ഉണ്ട്. ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഭാര്യമാർക്കാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെയിൻ ആപ്ലിക്കന്റുകൾക്കാണ്. ഇപ്പൊ നാട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ അച്ഛന്റെ ഉത്തരവാദിത്തമാണ് ഇതെല്ലാം എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ രാജ്യങ്ങളിൽ രണ്ടുപേരുടെ ഉത്തരവാദിത്തമാണ്. എന്നാലും ഒരു പാവാട വിസക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇച്ചിരി റിസ്ക് ഫ്രീ മൈൻഡിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞിട്ട്, പുള്ളിക്കാരനെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറുതൊക്കെ അടിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ വൈകുന്നേരത്തെ സൗഹൃദ സംഭാഷണത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ആശാനെ ഇങ്ങനെ പാവാട വിസക്കാരൻ എന്നൊക്കെ പറഞ്ഞു. ആ പറയണവരൊക്കെ പറയട്ടാ, ഇവിടെ നമുക്ക് എന്ത് വിസയുടെ ബുദ്ധിമുട്ട്? നമ്മളിവിടെ ജീവിക്കുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു, ഭാര്യ പണിയെടുക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, നമുക്ക് ആവശ്യമുള്ള ചെലവിനുള്ള പൈസ നമ്മളും പണിതുണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പാർട്ട് ടൈം ജോലിക്ക് ഒരു 90% പാവാട വിസക്കാർക്കും പോകാൻ പറ്റുള്ളൂ, ടൈം ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പാർട്ട് ടൈം ജോലിക്ക് പോകുന്ന ഒരു 90% ആളുകൾക്കും ചെലവ് കാശ് അവരുടേതായിട്ടുള്ള ഡെയിലി നീഡ്സിനുള്ള പൈസ അവരുണ്ടാക്കുന്നുണ്ട്. കാരണം അപ്പൊ അവർക്ക് നിരാശയൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നിരാശയൊന്നും ഉള്ളവര് ഇവിടെ പലരും വന്നിട്ട് 1.5 വർഷമായി ഏട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയണവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ നിങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കും നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ. കാരണം നമുക്ക് കുട്ടികളുണ്ട്, ഈ കുട്ടികൾ ആരും നമ്മളെ നോക്കണമെന്നോ അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ ജീവിക്കണമെന്നോ ഒരു കാഴ്ചപ്പാടും ഈ ഒരു 22ാം നൂറ്റാണ്ടിൽ ഇല്ല. ഇതിന് കുറേ അടുക്കും ചിട്ടകളും വേണം, അല്ലെങ്കിൽ അവരെല്ലാവരും ഞാൻ വരച്ച വരേക്കടെ തന്നെ പോകണം എന്നൊന്നും പറയുന്ന രീതിയിലൊന്നും നമുക്ക് മുന്നോട്ട് ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളോട് നമ്മൾ പറയാണ് എങ്ങനെയാണ് പറ്റുള്ളൂ. നാട്ടിലുള്ള കുട്ടികളോട് നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാൽ നീ ഇങ്ങനെ ഒന്ന് പോയി നോക്ക്, ഇങ്ങനെയാ പോവാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തെമ്മാടിത്തരവും എല്ലാ അലമ്പ് രീതികളും അവരെല്ലാവരും ചെയ്യും. പക്ഷെ എന്നാ പറയണം, ഞാൻ ഭയങ്കര മാന്യനാണെന്നുള്ളൊരു രീതി വരുത്തുകയും ചെയ്യും. ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇപ്പൊ തൊട്ടപ്പുറത്ത് നിന്ന് ആരെങ്കിലും എന്നാ പറയണ കള്ളു കുടിച്ചു ഒരു ബിയർ റോഡിൽ നിന്ന് കുടിച്ചോണ്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്റെ കൂട്ടുകാരന്റെ പോനൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുടിക്കുന്നത്, നീ കുടിക്കണമെന്ന് നമുക്ക് ചോദിക്കാനുള്ള അധികാരമില്ല. അത് അവന്റെ റൈറ്റാണ്. അപ്പൊ അതാണ് ലോകം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മള് തന്ത വൈബ് എന്നൊക്കെ പറയുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ വീട്ടിൽ വെക്കുക. കാരണം നമ്മുടെ മക്കള് നമ്മളോട് തെറി പറയണേക്കാളും നല്ലത് നമ്മളോട് അവരോട് ഒരു ഫ്രണ്ടായിട്ട് പോവല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക, അതൊക്കെ അഡ്വാൻറ്റേജ് ആയിട്ട് കരുതുക. അത് കാരണം എന്ന് വെച്ചാൽ ലോകം മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ മാറാനായിട്ടുള്ള മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എൻ്റെ കൊച്ചെന്നോട് എൻ്റെ തോളത്ത് കൈയിട്ട് സംസാരിക്കണം ഡാഡി അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷെ നമ്മുടെ പഴയ തലമുറയ്ക്കൊന്നും സാധിച്ചൊന്നും വരില്ല. അങ്ങനെ ചിലർക്കൊക്കെ സാധിച്ചെന്ന് വരും. പക്ഷെ നമ്മളെല്ലാവരും ആ ഒരു മൈൻഡ് സെറ്റിലുള്ളവരാണെങ്കിൽ, ഇപ്പൊ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. എടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോടാന്ന് പറയാൻ പാകത്തിനുള്ള
മക്കളാണ് പുതിയ ജനറേഷൻ. ഞാൻ ഇതിപ്പോൾ ഒരു ഉദാഹരണം ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഫ്രീഡം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ പ്രവാസ ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഈ പഠിക്കാൻ പോകുന്നവരെയും പണിക്ക് പോകുന്നവരെയും ഒക്കെ പാവാട വിസ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പുച്ഛിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ അവരെല്ലാവരും ജീവിതം ആസ്വദിച്ചാണ് നടക്കുന്നത്. പാവാട വിസക്കാരായിട്ട് വന്നിട്ടുള്ള എന്നെ പോലെയുള്ള ഞാൻ ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നത്, എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ ജോലി കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം. ഈ പാവാട വിസയിൽ വന്നിരിക്കുന്ന യൂറോപ്പിൽ വന്നിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള കമന്റുകളൊന്നും കേട്ടിട്ട് നിരാശ പൂരിതരാകരുത്. നിരാശയുടെ ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നല്ല ഗ്യാങ് ഉണ്ടാക്കുക എത്രയും പെട്ടെന്ന്. നമ്മളെവിടെ ജീവിക്കുന്നു അവരെ അതിന് ചുറ്റുപാടുള്ളവരാണ് നമ്മുടെ അയൽവക്കം, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കൂടപ്പുറപ്പുകളെന്ന് കരുതുക. അവരുടെ ഒത്ത് സമയം ചെലവഴിക്കുക, നല്ല രീതിയിലുള്ള മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാവുന്നിടത്തോളം ട്രാവൽ ചെയ്യുക. അത്യാവശ്യം വേണ്ട സഹായങ്ങൾ മറ്റുള്ളവർക്ക് നമ്മളാലാവുന്നത് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ്സ് ഓക്കെ. അത്ര മതി. അത്രയൊക്കെ ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മൾ ബിസി ആവും ലൈഫ്. ആ ബിസി ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളില്ലല്ലോ. നമുക്ക് ഒരു പണിയും ചെയ്യാനില്ല. ഒത്തിരി കാര്യങ്ങൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 4 മണി കഴിയുമ്പോഴേക്കും ഇരുട്ടാവും. അപ്പോൾ നമുക്ക് വേറെ പണികളൊന്നും ചെയ്യാനില്ലെങ്കിൽ നമ്മൾ ഒന്നുകിൽ കാർ എടുത്തിട്ട് കൂട്ടുകാരുടെ എടുത്ത് വീട്ടിൽ പോവുക, അവരെ പിക്ക് ചെയ്യുക, കാറിൽ കയറ്റിയിടുക, ഒരു 2 മണിക്കൂർ കാറിലിരുന്ന് സംസാരിക്കുക. കാറിലിരുന്ന് ചൂടത്തിരുന്ന് സംസാരിക്കണതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഉപായങ്ങൾ കണ്ടെത്തി നമ്മൾ നമ്മുടെ സ്ട്രെസ്സുകൾ റിലീസ് ചെയ്ത് കളയുക. ഈ പറഞ്ഞ പോലെ യൂറോപ്പ് അത്ര സുഖമുള്ള ഒരു രാജ്യമല്ല. ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഈ അപകീർത്തി നമ്മുടെ കുടുംബങ്ങളിലുള്ളവരും നമ്മുടെ നാട്ടുകാരൊക്കെ ഇങ്ങനെ നമ്മളെ ഇൻസൾട്ടിങ് രീതിയിൽ തന്നെയായിരിക്കും പറയുക. അവർ പോയി ഇപ്പോൾ 10-25 കൊല്ലം മുമ്പ് വന്നേക്കണവരും കേട്ടേക്കണമായിരിക്കും ഇതുപോലെ തന്നെയുള്ള ഡയലോഗുകളൊക്കെ. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര ഇതായതുകൊണ്ട് പാവാട വിസക്കാരന് പ്രാരാബ്ദങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഞാൻ അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കുന്നില്ല. കാരണം ഇപ്പൊ നാട്ടിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ആ നാട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് ഞാനിവിടെ ടെൻഷൻ അടിച്ചിട്ട് തന്നെ ആരും ഒരു കാര്യമില്ല. എന്നോട് പോയി സഹായിക്കാൻ പറ്റുമോ? സഹായിക്കാൻ പറ്റില്ല. കാരണം എന്നാ, നമ്മളിവിടെയാണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിവിടെ കുറച്ച് പണിത് പൈസ ഉണ്ടാക്കി പൈസയുടെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ തീർക്കാൻ പറ്റുമായിരിക്കും. പോയി ചെന്ന് സഹായിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറെ പേരുണ്ടല്ലോ. 2-3 മക്കൾ നമുക്കുണ്ട്, ഭാര്യയുണ്ട്. അപ്പോൾ അവരുടെ ഡിപ്പെൻഡായിട്ട് നമ്മൾ നിൽക്കുന്നു. ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ പറഞ്ഞു വന്നത് ഏറ്റൊന്നുമല്ല, പാവാട വിസക്കാരന് പ്രാരാബ്ദങ്ങൾ UK-ൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഇത്തിരി കൂടുതൽ തന്നെയാണ്. അപ്പൊ ആ കൂടുതലായിട്ടുള്ള പ്രാരാബ്ദങ്ങളൊക്കെ നിങ്ങളൊന്ന് റിലീസ് ചെയ്ത് ജീവിക്കുക. മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. ഇത് ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാവാട വിസ എന്ന് പറയുന്നത് അത്ര വലിയൊരു മോശം സംഭവമാണോ എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ എൻ്റെ ഭാര്യയുടെ കൂടെയല്ലേ ഞാൻ ജീവിക്കണ്ടേ? അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കാവുന്ന പ്രായം എന്ന് പറഞ്ഞാൽ മാക്സിമം 10 വയസ്സാണ്. ഇപ്പം തന്നെ എൻ്റെ മോന് 10 വയസ്സായി. ഞങ്ങൾ അവരെ മാറ്റി കിടത്തണേ. ഇവിടെ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ കൊച്ചുങ്ങളെ മാറ്റി കിടത്തും. പക്ഷെ അപ്പോൾ ഭാര്യ, കുടുംബം, കുട്ടികൾ, അതാണ് ഇത്. കുട്ടികളെല്ലാവരും ഒരു 10-20 വയസ്സ് വരെ കഴിയുമ്പോഴേക്കും അവരുടെ ചിറകിൽ പറന്ന് പോവും. ഷുവർ. നമ്മളൊക്കെ അങ്ങനെയല്ലേ പോകുന്നേക്കണേ. നമ്മൾ കോളേജിൽ പഠിക്കാൻ വേണ്ടി പോയി, അത് കഴിഞ്ഞ് ഗൾഫിന് വേണ്ടി പോയി, അത് കഴിഞ്ഞ് പോയി നാട്ടിൽ തന്നെ വേറെ സ്ഥലത്ത് പോയി, ഇപ്പോൾ യൂറോപ്പിലെത്തി. അപ്പോൾ എൻ്റെ മക്കൾ അങ്ങനെയൊന്നും വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം നമ്മൾ അവരെ എക്സ്പെക്ട് ചെയ്യേണ്ടെന്നേ. അവരൊക്കെ ഫുഡ് കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ആരെ കണ്ടാലും പുഞ്ചിരിച്ച് അവരോട് സൗഹൃദം ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കുക, പിന്നെ നല്ലത് വിശക്കുന്നവന് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പഠിപ്പിക്കുക. അത്രയൊക്കെ ഉള്ളൂ. അത്രയൊക്കെ ഒരു അപ്പൻ്റെ അല്ലെങ്കിൽ ഒരു പാവാട വിസക്കാരൻ്റെ ഉത്തരവാദിത്തങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ ഞാൻ പറയുന്ന വഴി കൂടെ തന്നെ കൃത്യമായിട്ട് നടക്കണം. എന്നാലാണ് നല്ല പേര് നാട്ടുകാർ പറയുള്ളൂ. എന്തിനാ നാട്ടുകാരുടെ നല്ല പേര്? നാട്ടുകാരുടെ നല്ല പേരൊന്നും വേണ്ട. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. ആരെ വിശ്വസിക്കണം, അല്ലെങ്കിൽ ഏത് ഇതിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ ആരെ ഫോളോ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഇൻഡിപെൻഡൻസി എല്ലാ പൗരന്മാർക്കും, എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അതൊക്കെ കൊടുത്ത് ഇപ്പോൾ ഈ ഭാര്യമാര്, അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിവിടെ യൂറോപ്പിലൊക്കെ വന്ന് ജീവിക്കുകയാണ്. ഭാര്യമാർക്കും അവരുടേതായിട്ടുള്ള, ഇവിടെ ഞങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭാര്യമാരുടെ ഗ്യാങ് ഉണ്ട്. അപ്പൊ അവരുടേതായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടേതായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം. ഇവരെ രണ്ടുപേരും മിക്സ് ചെയ്ത് ഒരു മാസത്തിൽ 2 പ്രോഗ്രാം വീതം, ഒരു ഈവനിങ് ഫംഗ്ഷന്, ബർത്ത്ഡേ ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവാം, ഫുഡൊക്കെ മേടിച്ച് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ച് ആ ഒരു നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ഫീലിങ്സും സെറ്റപ്പും ഒക്കെ നമ്മളിവിടെ ജനറേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പാവാട വിസക്കാരൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയബിൾ ലൈഫാണ്. ഇനിയിപ്പോൾ പാവാട വിസക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്രെഡിറ്റ് ഇല്ലെങ്കിൽ പോലും നമ്മൾ എവിടെ ജീവിക്കുന്നോ അവിടെ സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ലണ്ടൻ വിശേഷത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ഇതുപോലെ തന്നെ. അപ്പോൾ അതുവരെ എല്ലാവരോടും ബൈ.